തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, കോട്ടയം എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസിന്റെ ഒരു ആസ്ഥാന സ്ഥലമാണല്ലോ. അവിടെ നിൽക്കുന്ന താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ജോസഫിനെ ഇപ്പോൾ ജോസ് കെ മാണി വിളിക്കുന്നതിന് പിന്നിലെ തന്ത്രം എന്താണ്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഞാൻ കോട്ടയം തന്നെയല്ല, ഞാൻ പാലാ നിയമമണ്ഡലത്തിലെ ആള് തന്നെയാണ്. പാലായിൽ. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കൾക്ക് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം നന്നായി അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പിറവി എന്ന് പറഞ്ഞാൽ പാലായിലല്ല, പയ്യെ തന്നെയാണ്. ഗുരുവാക്കുന്നിന്റെ വീട്ടിൽ നിന്നാണ് കേരള കോൺഗ്രസ് പിറക്കുന്നത്. അതിനുശേഷം മാണി സാറും ജോസഫ് സാറും കൂടെ കൂടി കേരള കോൺഗ്രസ്, അതിനുശേഷം അവർ രണ്ടുപേരും പിരിയുന്നു. ഇങ്ങനെ പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഓരോ രീതിയിൽ പോകുന്നു. മാണി സാറിന് വഴിക്ക് പോകുന്നു, ജോസഫിന് വഴിക്ക് പോകുന്നു. ഇങ്ങനെ ഇന്ന് കാലഘട്ടങ്ങളിൽ ജോസ് കെ മാണിയുടെ പ്രായം സർവീസ് ഉണ്ട് പി ജോസഫിന്. ഈ പി ജോസഫ് ക്ഷണിക്കാൻ ജോസ് കെ മാണി ആളായോ? ഇല്ല. ജോസ് കെ മാണി ഉപേക്ഷ വെച്ചാൽ അടുത്ത പ്രാവശ്യം ജയിക്കുക. പാലാ നിയമമണ്ഡലത്തിൽ ജോസ് കെ മാണി ജോസഫിനെ കൂട്ടാതെ ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയ രീതിയിലേക്കാണ് ജോസ് കെ മാണിന്റെ രീതി. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജോസ് കെ മാണി പി ജെ ജോസഫിനെ ക്ഷണിക്കുന്നത്. അത് തന്നെയല്ല, അതിനുപരിയായിട്ട് പാലാ നിയമമണ്ഡലത്തിൽ കണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ പി സി ജോർജിന് കുറെ സ്വാധീനമുള്ള മേഖലയാണ് ഈ പാലാ നിയമമണ്ഡലം. അപ്പൊ അതിന് ശരിക്കും പാലാ നിയമമണ്ഡലത്തെ ജോസ് കെ മാണി ഭയക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ജോസ് കെ മാണി അതിബുദ്ധിമാനാണ്. കുരുട്ട് ബുദ്ധിക്ക് ബുദ്ധിമാനാണ് ജോസ് കെ മാണി. ഈ പ്രവർത്തനങ്ങൾ ജോസ് കെ മാണിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ജോസ് കെ മാണി ഇപ്പോഴും ജോസഫിനെ ക്ഷണിക്കുന്നത്. ജോസഫിനെ ക്ഷണിച്ചാൽ ജോസഫ് പോകണമെന്ന് ജോസഫ് എന്തായാലും അനുഭവം കിട്ടുന്നത് എൽ ഡി വി പോയത്. അത് തീർച്ചയായിട്ടും ജോസഫ് ഒരു കാരണവശാലും പോകുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ശരി, താങ്കൾ പറഞ്ഞൊരു പ്രധാന രാഷ്ട്രീയ പോയിന്റുകൾ കൂടിയാണ്. ഒരു പാർട്ടി ജയിക്കുകയും ഭരണത്തിന്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ നേതാവായി നിൽക്കുന്ന ജോസ് കെ മാണിക്ക് സ്വയം ജയിക്കാൻ പറ്റിയ മണ്ഡലം കുറവാണ്, അല്ലെങ്കിൽ പ്രയാസമാണെന്നുള്ള അവസ്ഥ, അത് കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. പാർട്ടിയിലെ മറ്റൊരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുന്നു. പാർട്ടിയുടെ നേതാവൊക്കെയാണെന്ന് പറയുമ്പോഴും സ്വയം അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാകുന്നു. അതിന് ഇത് സഹായിക്കും എന്നുള്ള ഒരു നീക്കം അങ്ങനെയും ആവാം. പലതരത്തിലേക്കുള്ള രാഷ്ട്രീയമല്ലേ, എല്ലാത്തരം സാധ്യതകളും ഉള്ള ഒന്ന് തന്നെയാണ് ആ മേഖല. ശ്രീ സുനീറാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുനീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ജോസ് കെ മാണി ഇപ്പോൾ ജോസഫിനെ വിളിക്കുന്നതിന് പിന്നിൽ താല്പര്യം എന്താണ്? നമസ്കാരം. ജോസ് കെ മാണി ജോസഫിനെ വിളിച്ചെന്ന് വെച്ചുകൊണ്ട് ഇപ്പം UDF വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്തായാലും ജോസ് കെ മാണി LDF പോയിട്ട് ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDF ഒരു നഷ്ടവും നമുക്ക് ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടായി? കോട്ടയത്തുള്ള കുറച്ച് സ്ഥലത്തില്ലാണ്ട് വേറെ ഒരു സ്ഥലത്ത് ഒരു ഇതും ഇല്ല. ശ്രീ സുനീർ, കഴിഞ്ഞ തവണ കോൺഗ്രസിന് കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ UDF ഭരണം നഷ്ടപ്പെട്ടത്. കോട്ടയത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത്, കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ടത്. അങ്ങനെ ജോസ് കെ മാണിയും കൂട്ടരും UDF വിട്ടതുകൊണ്ട് UDF നഷ്ടമില്ല എന്ന് താങ്കൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇവിടെ ഞങ്ങളെല്ലാം തിരിച്ചു പിടിച്ചല്ലോ. ഇവിടെ UDF എല്ലാം തിരിച്ചു പിടിച്ച പാലാ നഗരസഭ ചരിത്രത്തിൽ ആദ്യമായി തിരിച്ചു പിടിച്ചില്ല ജോസ് കെ മാണി ഇല്ലാതെ. ആരുടെ കഴിവാ? അപ്പൊ അങ്ങനെ ജോസഫ് ഭാഗം എന്തായാലും പോകത്തില്ല. അങ്ങനെ പോവാൻ പറ്റില്ല ജോസഫ് ഭാഗത്തിന്. കാരണം അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് UDF ഇത് അംഗീകരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസും UDF കൂടി അവർക്ക് ഒരു അംഗീകാരം അങ്ങനെ ഒരു പാർട്ടിക്കും അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയൊന്നും കേരള പോയെന്ന് വെച്ചാൽ UDF ക്ഷീണം ഉണ്ടാവും. ഒരു ക്ഷീണം ഉണ്ടാവാൻ പോകത്തില്ല. UDF ഇപ്പൊ ആര് പോയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും അടുത്ത വട്ടം ഭരിക്കുന്നത്. 100 സീറ്റിലധികം കൺഫേം ആയിട്ട് ഭരിച്ചിരിക്കും. മാണി സാർ ഉള്ള സമയത്ത് പോയിട്ടില്ല. എന്ന് ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ചേർന്ന് നിന്നിട്ടേ ഉള്ളൂ. ശരി, ഓക്കെ. ശ്രീ മൈക്കിളാണ്, ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൈക്കിൾ, ഈ കേരള കോൺഗ്രസിന്റെ ഒരു മണ്ണാണല്ലോ ഇടുക്കിയും. അതുകൊണ്ട് താങ്കൾക്ക് ചെറുപ്പം മുതലേ തന്നെ ഇവരുടെ രാഷ്ട്രീയമൊക്കെ നന്നായി തിരിച്ചറിയുന്ന ആൾ കൂടിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തിനായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ജോസഫെ ഇപ്പുറത്ത് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? വരുവോന്ന് സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. എനിക്ക് തോന്നുന്ന ആ വിളി നല്ലൊരു വിളിയാ. കാരണം ഈ കേരള കോൺഗ്രസ് നമുക്കറിയാമല്ലോ, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും എന്ന് പറയുന്ന പോലെ വളർന്ന് ഇപ്പം ജോസഫ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒന്നും ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞു ജോസഫിനൊന്നും ഇപ്പൊ അങ്ങനെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് ഇവരെന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവരെന്ത് വെച്ചാൽ പരസ്പരം ഇവർ ഏറ്റുമുട്ടും. ജോസഫ് ഗ്രൂപ്പ് ഒന്ന്, മാണി ഗ്രൂപ്പ് ഒന്ന്. മത്സര രംഗത്ത് ഇവര് മത്സരിച്ച് ഇവരില്ലാതെയാണ്. പക്ഷെ ഇപ്പൊ രണ്ടുപേരും നമുക്കറിയാം, LDF കാലത്താണ്, LDF ജോസഫ് ഉള്ള കാലത്താണ് ജോസഫിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. ബുദ്ധിജീവി, ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് ഇപ്പൊ ആരാണ്ട് പറയാനായിട്ട്. ഒത്തിരി ബുദ്ധി കൂടിയിട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പം പുറത്ത് ഒന്നുമില്ലാതെ
പുറത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ LDF-ൽ അവര് ഒരുമിച്ചുണ്ട്. എന്തായിരുന്നാലും അവര് ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു ശക്തിയാണ്, അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകും. അല്ലാതെ ഒറ്റയ്ക്ക് അവര് പറ്റിയല്ല, അവര് തന്നെ ഈ കോഴിപ്പോര് പോലെ ആയിപ്പോകും, അവര് തന്നെ പരാജയപ്പെട്ടു പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് അവര് ഇപ്പം വിളിച്ച് ഇപ്പം ചാടി വന്നാൽ ജോസഫിന് നല്ലതാണ്. പുള്ളിയുടെ കാലമൊക്കെ കഴിഞ്ഞു സാറേ. പുള്ളി ഈ പേര് മാത്രമേ ഉള്ളൂ. നല്ലൊരു നേതാവാണ്. നേതാവല്ല PJ ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും വളരെ തന്ത്രജ്ഞനായ നേതാവൊക്കെയാണ്. അദ്ദേഹത്തിന് ജനസ്വാധീനമൊക്കെ എപ്പോഴും ഉള്ള നേതാവാണ്. അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരാളല്ല. ഇല്ല തള്ളിക്കളയല്ല. ഞാൻ പറഞ്ഞല്ലോ LDF-ൽ ഇരിക്കുമ്പോഴൊക്കെ മറ്റേ എന്തോ നല്ല പ്രായത്തിൽ നല്ലൊരു ഇതൊക്കെയാണ്. ഇപ്പൊ പുള്ളിയുടെ ഇതൊന്നും നടക്കുകയല്ല. ശരി, ഓക്കെ. ഇപ്പോഴത്തെ കാലം ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി. ശ്രീ ഫ്രാൻസിസ് ആണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ഫ്രാൻസിസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ജോസഫിനെ LDF-ലേക്ക് ക്ഷണിക്കാനുള്ള ജോസിന്റെ നീക്കം? അത് എന്തിനു വേണ്ടിയായിരിക്കും ഇപ്പോഴങ്ങനെ പറഞ്ഞത്? മനസ്സിലായില്ല. പറഞ്ഞോളൂ. ശ്രീ സിദ്ധനാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ സിദ്ധൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അത് നല്ലൊരു ചോയ്സാണ്. ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പൊ ജോസ് കെ മാണി വിളിച്ചിരിക്കുന്നത് നല്ലൊരു സാധ്യതയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർ ഭരണം LDF-ന് 100% ഉറപ്പായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മലയോര 100% അങ്ങനെ ഒരു തുടർ ഭരണം ഉറപ്പായ ഒരു സാഹചര്യമാണോ കേരളത്തിൽ? ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഒരു എന്റെയൊക്കെ ഓർമ്മയ്ക്ക് ശേഷം ഇത്രയും നല്ല വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള എങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ജോസഫിനെയൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ തുടർ ഭരണം അത്രത്തോളം ഉറപ്പാണെങ്കിൽ വെറുതെ മുന്നണി ജോസഫിനെ നന്നാക്കി കളയാം എന്ന് കരുതിയൊന്നും അല്ലല്ലോ ജോസ് കെ മാണി ഇടതു മുന്നണിയിലേക്ക് ജോസഫിനെ വിളിക്കുന്നത്. ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത് സാർ. എനിക്കൊന്ന് ഒരു അവസരം എന്താ, കാരണം ഞാൻ പറഞ്ഞു വന്നത് ഈ ജോസ് കെ മാണിയുടെ ഒരു നല്ല മനസ്സാണെന്ന് പറയുന്നത് കിഴക്കൻ മലയോര കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേരള കോൺഗ്രസുകളൊക്കെ രൂപീകരിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ജോസ് കെ മാണി ഒരു നിർദ്ദേശം വെച്ചതാണ്. അത് LDF-ന്റെ പൊതു അഭിപ്രായമാണോ ഇല്ലെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഈ ജോസ് കെ മാണി ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ഈ ജോസഫ് സാറ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ സാർ ഇച്ചിരി മുമ്പ് ഒരു മറുപടിയിൽ പറഞ്ഞതുപോലെ ഒരു കൊള്ളാവുന്ന ഒരു മനുഷ്യനും നല്ല ഒരു ക്വാളിറ്റിയുള്ളൊരു നേതാവുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശേഷം ഇത് തകർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഒരു യോജിച്ച ഒരു സമീപനത്തോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇതാണ് കണ്ടീഷനെങ്കിൽ ഈ ജോസഫ് സാറിന്റെ ഗ്രൂപ്പ്, അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തകർന്ന് തരിപ്പണായി പോകും. കാരണം ഇപ്പൊ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.